ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വിഹാൻകുട്ടിൻ്റെ പല്ലട ഫംഗ്ഷൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കോഴിക്കോട്ടുകാർക്ക് പല്ലട ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അമ്മൻ വീട്ടിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പലഹാരങ്ങളും അരിപ്പൊടിയും അടയൊക്കെ ചുട്ടിട്ടാണ് വരിക. അപ്പം ശരിക്കും എന്താ വെച്ചാൽ കുറേ ഐറ്റംസ് നിരത്തി വെച്ചിട്ടുണ്ടാകും. ഓരോ സ്ഥലത്തും ഓരോരോ രീതിയിലാണ് വെക്കുക. അപ്പോൾ കോഴിക്കോട് സാധാരണ വെക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്തേക്ക് ഞാൻ വെച്ച് കണ്ടിട്ടുള്ളത് ബുക്ക് ഉണ്ടാവും, പിന്നെ അട അവർ ചുട്ടു വന്ന അട വയ്ക്കും, കണ്ണാടി വയ്ക്കും, സിസേഴ്സ് വയ്ക്കും, പെന്ന്, പിന്നെ മിച്ചിൾ, തേങ്ങേൻ്റെ ചെറിയതില്ലേ മിച്ചിൾ വയ്ക്കും, പെൻസിൽ വയ്ക്കും, പിന്നെ അതുപോലെ ഗോൾഡിൻ്റെ എന്തെങ്കിലും ഒരു ഐറ്റം ചെയിനോ അങ്ങനെ എന്തെങ്കിലും വെക്കാം, പിന്നെ കത്തി, വയലൻസ് ആണോ നമുക്ക് കണ്ടുപിടിക്കണമല്ലോ, പിന്നെ ഒരു താക്കോൽ കൂട്ടം, പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് മൊബൈലായതുകൊണ്ട് ഞാൻ മൊബൈലും വെച്ചിരുന്നു. പക്ഷെ ആൾ ഓടിപ്പോയി എടുത്തത് ബുക്കായിരുന്നു കേട്ടോ. അപ്പം 3 പ്രാവശ്യം മക്കളെ കൊണ്ട് എടുപ്പിക്കണം എന്നാണ് പറയുക. അപ്പോൾ ആൾ ആദ്യം പോയി എടുത്തത് ബുക്കാണ്, പിന്നെ രണ്ടാമത് എടുത്തത് പെന്നാണ്, അവസാനം എടുത്തത് മിച്ചിലാണ്. ബുക്കൊക്കെ എടുത്തിട്ട് പഠിച്ച് നല്ല ആളാവുന്നൊക്കെയാണ്. ഞാനും പണ്ട് ചെറുപ്പത്തിൽ ബുക്ക് തന്നെയാണ് എടുത്തതെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത്. ഇത് ആക്ച്വലി നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. പിന്നെ പണ്ടത്തെ ഓരോ ചടങ്ങുകൾ നമ്മളെ വീട്ടുകാരെ നമ്മൾ പാരൻസ് പറയുന്നത് വെച്ചിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ എനിക്കൊരു മെമ്മറി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. മക്കൾ വലുതായി കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വിഹാന് 6 വയസ്സായി. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇരുന്നിട്ട് അവൻ്റെ ഈ 5ാമത്തെ മാസത്തിലുള്ള ഈ വീഡിയോസൊക്കെ കാണുമ്പം അത് വേറെ തന്നെ ഒരു ഫീലാണ്. നമുക്കത് ചിലപ്പം ഇപ്പോഴത്തെ ഈ ജനറേഷനിലെ കുട്ടികൾക്കൊക്കെ ഇതൊരു എന്താ പറയുക, ഇങ്ങനത്തെ വിശ്വാസത്തിലൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. ഞാനും ഇത് തന്നെയായിരിക്കും ആളെ ഒരു ഫ്യൂച്ചർ എന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ ഒരു രസം. പിന്നെ കോഴിക്കോട്ടുകാർക്ക് ഒരു രീതിയാണ്, വേറെ തൃശ്ശൂർ, മലപ്പുറം, അങ്ങനെ പല പല സ്ഥലത്തും പല രീതികളിലാണ് വയ്ക്കുക. ഓരോന്നും വെക്കുന്നതിന് ഓരോ അർത്ഥമുണ്ട്. സിസേഴ്സ് വെക്കുന്നത് എന്തെങ്കിലും എന്താ പറയുക, അങ്ങനത്തെ ഡോക്ടർ ലെവലിലേക്ക് ആവാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പലതും വെക്കുക. കത്തി വെക്കുന്നത് വയലൻസിനാണെന്ന് പറയും, പെൻസിൽ വെക്കുന്നത് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ടാലൻ്റ് ഉണ്ടോ, കണ്ണാടി വെക്കുന്നത് വെറും കണ്ണാടി നോക്കി നിൽക്കുന്ന ഒരാളാവാനാണോ. പിന്നെ ചില മക്കൾ ഓടിപ്പോയി അടെടുത്ത് കഴിക്കും കേട്ടോ. അങ്ങനെയാകുമ്പോൾ ഭക്ഷണപ്രിയരാണ് എന്നാണ് പറയുക. മിച്ചിൾ വെക്കുന്നത് എന്താ പറയുക, ബിസിനസ് റിലേറ്റഡ് ആണ്, കർഷകനാവാനാണ്, ഒരുപാട് ആസ്തി കൊണ്ടെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ വിശ്വാസങ്ങളാണ് കേട്ടോ. ഞങ്ങളവിടെ ഇത് വലിയൊരു ഫങ്ഷനായിട്ട് ഒന്നല്ല വെച്ചിരുന്നത്. എനിക്കങ്ങനെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും വലിയ ഫങ്ഷനാക്കി ആർഭാടാക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ നമ്മളെ അമ്മ നമ്മളെ കൂടെയുള്ളപ്പം അവർക്കും ഒരു സന്തോഷമാണ്. പിന്നെ മക്കൾ എന്താ എടുക്കുന്നതെന്ന് ശരിക്കും ആ സമയത്ത് നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും കേട്ടോ. ആളെന്തായിരിക്കും പോയി എടുക്കുക. പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് മൊബൈൽ പോയി എടുക്കുന്നതായിരുന്നു. പക്ഷെ ആൾ മൊബൈലിൻ്റെ ആ ഭാഗത്തേക്കേ പോയില്ല. ആദ്യം ബുക്കും പെന്നും മിച്ചിലും എടുത്തപ്പോൾ തന്നെ ഒരു സമാധാനമായിരുന്നു കേട്ടോ. മൊബൈലും അടയൊന്നും ആവാഞ്ഞ് നന്നായിരുന്നു. അപ്പം ഇതായിരുന്നു ഒരു ചെറിയ ഫങ്ഷൻ. ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ്. വിഹാൻ എന്തായാലും എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. ചില മക്കൾ കരഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ പിടിച്ച് കുട്ടികളെ നിർബന്ധിച്ച് പോയി എടുപ്പിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മക്കളെ ഫ്രീ ആയിട്ട് വിടണം. അവർക്ക് തോന്നുന്ന പോലെ അവർ പോയി എടുക്കട്ടെ. അപ്പം ഇതേ ഉള്ളൂ എൻ്റെ കുഞ്ഞു വീഡിയോ.